ഇത് നമ്മുടെ സ്വന്തം അരൂക്കുറ്റി വടുതലയുടെ തൂമിയ. തൂമിയയിൽ എന്താണ് വിശേഷം എന്നല്ലേ? ഇനി ബൺ മസ്ക കഴിക്കാൻ വേണ്ടി ആരും എറണാകുളത്ത് ക്യൂൻസ് വാക്ക്വേയിലോ അല്ലെങ്കിൽ പനമ്പൽ നഗറിലോ ഒന്നും പോകേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്, നമ്മുടെ സ്വന്തം തൂമിയയിൽ. ബൺ മസ്ക ഇന്ന് കേരളത്തിലുടനീളം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലും ബൺ മസ്ക എത്തിയിരിക്കുകയാണ്. ബൺ മസ്ക മാത്രമല്ല, കൂടെ ഇറാനി ചായയുമുണ്ട്. രണ്ടും നല്ല കോമ്പിനേഷനാണ്. ഒരു ബണ്ണ് നടുവേ മുറിച്ച് അതിൽ മിൽക്ക് മെയ്ഡും ചീസും ഒരുമിച്ച് മിക്സ് ചെയ്ത മിശ്രിതം 2 ബണ്ണുകൾക്കിടയിൽ ഫില്ല് ചെയ്തതിന് ശേഷം ഒരു പ്രത്യേക അടുപ്പിൽ വെച്ചാണ് ഇത് ഇവർ ചൂടാക്കി എടുക്കുന്നത്. ആ ചൂടോടുകൂടി കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിരിക്കും, ബണ്ണും നല്ല സോഫ്റ്റ് ആയിരിക്കും, ചൂട് കൊണ്ട് അലിഞ്ഞിരിക്കും ഇതിനകത്തുള്ള മിശ്രിതം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഫുഡ് ട്രാവലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ റംസാൻ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു ഫുഡ് ഇതാണ്, ബൺ മസ്ക. 2 പീസ് ബണ്ണിനിടക്ക് നമ്മളുടെ ചീസ് വെച്ചിട്ട് ഉള്ള ഒരു ഐറ്റമാണ്. അതിൻ്റെ കൂടെ ഇറാനി ചായ. ഇത് എൻ്റെ നാടായ അരൂക്കുറ്റി വടുതലയിലാണ്, തൂമിയയിലാണ് ഇതുള്ളത്. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെറിയൊരു മധുരമുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ വ്യത്യസ്തമായ ഫ്ലേവറുകൾ കിട്ടും. അതായത് സ്ട്രോബെറി, ചോക്ലേറ്റ്, അത്തരം ഫ്ലേവറുകളിൽ ഇത് കിട്ടും. ഇപ്പോൾ എല്ലായിടത്തും ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു ഐറ്റം ആണല്ലോ ഈ ബൺ മസ്ക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇത് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇതിൻ്റെ കൂടെയുള്ള ഇറാനി ചായ ഇതാണ്. ഇറാനി ചായ ഇങ്ങനെ ആറ്റിയെടുക്കണം. ഇറാനി ചായ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ സാധാ ചായ പോലെ അല്ല, ഇതിൻ്റെ ഒരു ഫ്ലേവർ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് കുടിക്കും പറയാൻ പറ്റും. അല്ലാതെ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാനുള്ളൊരു ഇത്, കാരണം നമ്മുടെ ഈ ഏലക്ക അല്ലെങ്കിൽ ഗ്രാമ്പ് അങ്ങനത്തെ സാധനങ്ങളും ചേർത്തുള്ളതല്ല, പ്രത്യേക ഫ്ലേവറാണ്. അതെന്നാൽ നമുക്ക് കിട്ടാനില്ല, പക്ഷെ അത് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. ഇതും ബൺ മസ്കായി. ഇതുണ്ടാക്കുന്നത് തൂമിയയിലെ മൂസൈക്കാണ് തൂമിയയുടെ ഓൾ ഇൻ ഓൾ. അതായത് ഇതിൻ്റെ പാചകം മുതൽ ഇതിൻ്റെ ഫുഡ് ഡെലിവറി വരെ മൂസൈക്കാണ് ചെയ്യണത്. പക്ഷേ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, എന്നാലും ഇത്രയും ആത്മാർത്ഥമായിട്ട് ഒരു സ്ഥാപനം കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയെ ഞാൻ അങ്ങനെ അധികം ആയിട്ട് കണ്ടിട്ടില്ല. കാരണം സാധാരണപ്പെട്ടൊരു വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് പെട്ടിയുടെ അടുത്തിരിക്കുന്ന ഒരാളാണ്, പക്ഷേ ഒരു മുതലാളി സെറ്റപ്പിൽ. പക്ഷെ അങ്ങനെയല്ല, പുള്ളിക്കാരൻ ഫുൾ ടൈം ഇതുമായിട്ട് ഈ ഹോട്ടലുമായി അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാളാണ് മൂസൈക്ക. അദ്ദേഹമാണ് ഈ 2 ഐറ്റവും ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹം ഒരുപാട് നാൾ പുറം രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും വരിക, കഴിക്കുക, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.